ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത് നിന്നിരുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ BJPയിലോ അല്ലെങ്കിൽ NDAയിലോ എത്തിയിരിക്കുകയാണ്. മിലിന്ദ് ദേവ്ര, അതുകൂടാതെ ജയ്വീർ ഷെർഗിൽ, പിന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ, ജിതിൻ പ്രസാദ, വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇപ്പോൾ കാർത്തി ചിദംബരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ആത്മാഭിമാനമുള്ള ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഈ അർബൻ നക്സലുകളുടെ അജണ്ടയ്ക്കനുസരിച്ച് താളം തുള്ളുന്ന രീതിയിൽ ഒരു ഫാർ ലെഫ്റ്റ് പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ അത് ഒരിക്കലും വില പോവില്ല. ഇന്ത്യയിൽ അത് ഒരിക്കലും ആരും അംഗീകരിക്കില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിൻ്റെ പിന്തുണ ആർജിക്കാതെ കോൺഗ്രസിന് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. ഇപ്പോൾ ഹിന്ദുത്വ വിരുദ്ധ സമീപനങ്ങളുടെ ഭാഗമായി പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ഹിന്ദു വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. ഇത് കൃത്യമായിട്ട് തന്നെ പാർട്ടിയെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന നേതാക്കളാണ്. അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അർബൻ നക്സൽ സ്വാധീനവും അതുകൂടാതെ മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് ബന്ധമൊക്കെ കോൺഗ്രസിൻ്റേത്. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ വലിയ വിഷയങ്ങളായിട്ട് മാറും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.